ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സുസ്വാഗതം. ഭഗവാൻ ഉദ്ധവരോടായി പറയുന്ന ജ്ഞാനവിജ്ഞാനങ്ങളെക്കുറിച്ചറിയാം ഈ വീഡിയോയിലൂടെ. ഭഗവാൻ ഉദ്ധവരോടായി പറയുന്നു, വേദങ്ങളെയും ശാസ്ത്രങ്ങളെയും പഠിക്കുകയും ഗുരുവിൻ്റെ ഉപദേശത്താൽ ഉണ്ടാവുന്ന ജ്ഞാനം കൊണ്ട് താനൊരു ആത്മാവാണെന്ന അനുഭവം വരികയും ചെയ്തു കഴിഞ്ഞാൽ പ്രപഞ്ചം മായാമയമാണെന്നും അതിന് സത്യത്വം ഇല്ല എന്നും ബോധ്യമാവുന്നു. പിന്നീട് ജ്ഞാനത്തെയും ആത്മാവായ തന്നിൽ തന്നെ ലയിപ്പിക്കുകയും വേണം. ശരീരമാണ് താനെന്നും പ്രപഞ്ചവസ്തുക്കൾ സത്യമാണ് എന്നുമുള്ള തോന്നലാണ് ശരിക്കുള്ള അജ്ഞാനം. എന്നാൽ ആത്മാവാണ് താനെന്നും തന്നിൽ നിന്ന് അന്യമായി ഈ ജഗത്തിന് സത്യത്വം ഇല്ല എന്നുള്ള ബോധമാണ് ജ്ഞാനം. അജ്ഞാനവും ജ്ഞാനവും മനസ്സിൻ്റെ തന്നെ രണ്ടു ഭാവങ്ങളാണ്. ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ അകറ്റി ജ്ഞാനത്തെയും ഉപേക്ഷിച്ചാൽ മാത്രമേ മനസ്സ് ആത്മാവിൽ അടങ്ങുകയുള്ളൂ. ജ്ഞാനിക്ക് ഈശ്വരനായ ഞാനാണ് ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും സ്വർഗവും മോക്ഷവും എല്ലാം ഭഗവാൻ മാത്രമായിരിക്കും. ജ്ഞാനം കൊണ്ടും വിജ്ഞാനം കൊണ്ടും സിദ്ധന്മാരായവരാണ് എൻ്റെ ശ്രേഷ്ഠമായ സ്വരൂപത്തെ അറിയുന്നതെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ജ്ഞാനം കൊണ്ട് ജ്ഞാനസ്വരൂപനായ എന്നെ തന്നിൽ താനായി ധരിക്കുന്നതിനാൽ ജ്ഞാനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് പറയുന്നു ഭഗവാൻ. തപസ്, തീർത്ഥസ്നാനം, മന്ത്രജപം, ദാനം മുതലായവ കൊണ്ടൊന്നും ജ്ഞാനത്താൽ ഉണ്ടാവുന്നത്ര മനഃശുദ്ധി ഉണ്ടാവില്ല. അതിനാൽ തന്നെ ജ്ഞാനം കൊണ്ട് തന്നിൽ താനായി വിളങ്ങുന്ന ആത്മതത്വത്തെ അറിഞ്ഞ് താൻ ആത്മാവാണെന്നുള്ള അറിവാകുന്ന ജ്ഞാനത്തോടും അതേപോലെ ആത്മാനുഭൂതിയാകുന്ന വിജ്ഞാനത്തോടും കൂടി പരമാത്മാവായ എന്നെ ഭക്തിയോടുകൂടി ഭജിക്കൂ എന്നാണ് പറയുന്നത് ഭഗവാൻ. ജ്ഞാനവും വിജ്ഞാനവുമാകുന്ന യജ്ഞം കൊണ്ട് സർവയജ്ഞങ്ങളുടെയും പതിയായ ആ ഭഗവാനെ തന്നിൽ താനായി ആരാധിച്ച് അനേകം ഋഷികൾ സിദ്ധന്മാരായി തീർന്നിട്ടുണ്ട്. ഭഗവാൻ പറയുന്നു, ഉദ്ധവ, ആത്മാവിൽ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നീ 3 വിധ ഭേദങ്ങൾ മായ കൊണ്ട് തോന്നപ്പെടുകയാണ്. അവ ആദിയിലും അവസാനത്തിലും ഇല്ലാത്തവയും വർത്തമാനകാലത്തു മാത്രം ഉള്ളതായി പ്രതിഭാസിക്കുന്നവയുമാണ്. ഇനി അറിവാകുന്ന അങ്ങയിലാണ് അവ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത്. ദേഹവും ഇന്ദ്രിയങ്ങളും മനസ്സും ഉണ്ടാവുന്നതിന് മുൻപും അറിവാകുന്ന അങ്ങുണ്ടായിരുന്നു. അവയെല്ലാം നശിച്ചാലും അങ്ങ് ശേഷിക്കുന്നു. അവയുടെ ഉൽപ്പത്തിയെയും നാശത്തെയും അറിയുന്ന ആത്മാവായ അങ്ങേക്ക് അവ ഉണ്ടായാൽ തന്നെ പ്രത്യേകമായ നേട്ടമോ ഇനി നശിച്ചാൽ തന്നെ വിശേഷിച്ചൊരു നഷ്ടമോ സംഭവിക്കുവാൻ പോകുന്നില്ല. ശരീരേന്ദ്രിയ മനസ്സുകൾ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെയുള്ളതും അവ നശിച്ചാലും ശേഷിക്കുന്നതും ആയ ആത്മതത്വം മാത്രമാണ് ഉൽപ്പത്തിക്കും നാശത്തിനുമിടയ്ക്കുള്ള ആ ഒരു മധ്യകാലത്തിൽ സത്യമായി നിലനിൽക്കുന്നത്. ഇനി മന്ദാന്തകാലത്തിൽ കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത് പോലെ ആത്മതത്വത്തെ തന്നെയാണ് അജ്ഞാനദശയിൽ ശരീരമായും ഇന്ദ്രിയങ്ങളായും മനസ്സായും ബോധിക്കുന്നത്. എന്നുവെച്ചാൽ ഇരുട്ടത്ത് കയറിനെ കാണുമ്പോൾ നാം ആദ്യം വിചാരിക്കുന്നത് പാമ്പാണെന്നാവും അല്ലേ? അതാണ് ഭഗവാൻ ഇവിടെ കുറിച്ചിരിക്കുന്നത്. ഇപ്രകാരം ഭഗവാൻ അരുളി ചെയ്തപ്പോൾ ഉദ്ധവർ ചോദിക്കുകയാണ്, വിശ്വേശ്വരനും പ്രപഞ്ചകാരേണ വിളങ്ങുന്നവനുമായ ഭഗവാനെ വൈരാഗ്യം, ജ്ഞാനം, വിജ്ഞാനം ഇവയുടെ സ്വരൂപത്തെയും മഹത്തുക്കൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭക്തിയോഗത്തെയും ഉപദേശിച്ചു തരുവാൻ കാരുണ്യമുണ്ടാവണേ എന്ന്. അതേപോലെ സംസാരതാപം കൊണ്ട് ആർത്തരായി കഴിയുന്ന ജീവന്മാർക്ക് അവിടുത്തെ ആ പാതാരവിന്ദങ്ങളല്ലാതെ മറ്റൊരു ആശ്രയവുമില്ല. സംസാരമാകുന്ന അന്ധകൂപത്തിൽ വീണവനും കാലസർപ്പത്തിൻ്റെ കടിയേറ്റതിനാൽ അവശനുമായ എന്നെ മോക്ഷാനുഭൂതിയെ സാധിപ്പിക്കുന്ന വചനാമൃതങ്ങൾ കൊണ്ടങ്ങ് കുളിർപ്പിക്കണമേ ഭഗവാനെ എന്നുള്ള ഉദ്ധവരുടെ അപേക്ഷയ്ക്ക് ഭഗവാൻ മറുപടി പറയുവാൻ ആരംഭിക്കുന്നു. കേട്ടോളൂ. ഉദ്ധവ, ഇതേ ചോദ്യം തന്നെ ധാർമ്മികനായ യുധിഷ്ഠിരൻ സർവധർമ്മങ്ങളെയും അറിയുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുകയുണ്ടായി മഹാഭാരത യുദ്ധത്തിൽ വെച്ച്. ആ മഹാഭാരത യുദ്ധത്തിൽ ബന്ധുക്കളെ വധിച്ചത്
അധർമ്മമായിപ്പോയി എന്ന ധാരണയാൽ ധർമ്മപുത്രൻ കുരുക്ഷേത്രത്തിൽ ശരശയനത്തിൽ കിടന്നിരുന്ന ഭീഷ്മ പിതാമഹനെ സമീപിച്ച് ധർമ്മത്തിൻ്റെ സ്വരൂപത്തെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അവസാനമായി മോക്ഷധർമ്മത്തെപ്പറ്റിയും ചോദിച്ചിരുന്നു യുധിഷ്ഠിരൻ. അങ്ങനെ ഭീഷ്മരുടെ ഉപദേശത്തിൽ ജ്ഞാനം, വൈരാഗ്യം, വിജ്ഞാനം, ശ്രദ്ധ, ഭക്തി ഇവയെ പറ്റിയുള്ള നിരൂപണമെല്ലാം ഉൾക്കൊണ്ടിരുന്നു. അവയെ ഞാനിതാ അങ്ങേക്കായി വീണ്ടും പറഞ്ഞു തരാം. പുരുഷൻ, പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, മനസ്സ്, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക്, വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം, സത്വം, രജസ്, തമസ്, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിങ്ങനെ 28 തത്വങ്ങൾ കൂടിച്ചേർന്നാണ് പ്രപഞ്ചമായി തീർന്നിരിക്കുന്നത്. 28 തത്വങ്ങളിലും കാരണരൂപത്തിൽ വ്യാപിച്ചും ഇവർക്കെല്ലാം ആശ്രയം ആയും ഇരിക്കുന്ന ആത്മതത്വത്തിൻ്റെ അറിവ് എന്തൊന്നുകൊണ്ടുണ്ടാകുമോ അതിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ആത്മാവിൻ്റെ ദൃഢമായ അനുഭൂതി കൊണ്ട് ആത്മാവിൽ നിന്ന് അന്യനായി സത്വരജസ് തമസ്സുകളുടെ സൃഷ്ടിയാകുന്ന പ്രപഞ്ചത്തിൻ്റെ പ്രതീതി പോലും ഇല്ലാതെയായി തീർന്നാൽ അതിനെ വിജ്ഞാനം എന്ന് പറയും. സ്വർണത്തിൽ നിന്ന് വേറെയായി ആഭരണങ്ങളെ കാണാതിരിക്കുന്നത് പോലെ ആത്മബോധം ദൃഢപ്പെട്ടാൽ ഈ പറഞ്ഞ 28 തത്വങ്ങളെ ആത്മാവായ തന്നിൽ നിന്നന്യമായി കാണാതാവും. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെയുള്ളതും പ്രപഞ്ചനാശത്തിനു ശേഷിക്കുന്നതും, അതായത് പ്രപഞ്ചനാശത്തിലും ശേഷിക്കുന്നതുമായ ആ പ്രപഞ്ചാകാരേണ അജ്ഞാനദശയിൽ തോന്നപ്പെടുന്നതാണ് ആത്മതത്വം. ആ ആത്മതത്വത്തിൻ്റെ അനുഭൂതി തന്നെയാണ് വിജ്ഞാനം. വേദങ്ങൾ സ്പഷ്ടമായി പറയുന്നുണ്ട് ജഗത്തിന് സത്യത്വം ഇല്ല എന്ന്. പ്രപഞ്ച വസ്തുക്കൾ അനുനിമിഷം നശിക്കുന്നവയാണെന്ന് നമുക്ക് പ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? ആത്മാനുഭവ സമ്പന്നന്മാരായ ജ്ഞാനികളും ജഗത്ത് മിഥ്യയാണെന്ന് നിസ്സംശയ സ്വരൂപേണ പറഞ്ഞിട്ടുണ്ട്. ഈ മുത്തുച്ചിപ്പിയെ വെള്ളിയായി തെറ്റിദ്ധരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനെ അജ്ഞാനം കൊണ്ട് പ്രപഞ്ചമായി ധരിക്കുകയാണ്. ഈ മുത്തുച്ചിപ്പിയെ അറിഞ്ഞാൽ അതിൽ തോന്നപ്പെട്ടിരിക്കുന്ന വെള്ളി ഇല്ലാതെയായി തീരുന്നത് പോലെ ആത്മസ്വരൂപത്തെ അറിഞ്ഞാൽ ആത്മാവിൽ ആരോപിക്കപ്പെട്ട ആ പ്രപഞ്ചം ഇല്ലാതെയായി തീരും. ഇതാണ് അനുമാനം. ഇങ്ങനെ ആഗമം, പ്രത്യക്ഷം, വേദം, ജ്ഞാനികളുടെ വാക്കാവുന്ന ഐതിഹ്യം, അനുമാനം എന്നീ 4 വിധ പ്രമാണങ്ങൾ കൊണ്ടും പ്രപഞ്ചത്തിന് സത്യത്വം ഇല്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്രകാരം അറിഞ്ഞാൽ ശാരീരിക സുഖങ്ങളിൽ വൈരാഗ്യം ഉണ്ടാകുമെന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മങ്ങളെ കൊണ്ട് സമ്പാദിക്കാവുന്ന ബ്രഹ്മലോകം വരെയുള്ള സുഖഭോഗങ്ങളെല്ലാം നാശമുള്ളവയാണെന്ന് മനസ്സിലായതുകൊണ്ട് അവയിൽ തീരെ താല്പര്യമില്ലാതായി തീരലാണ് ഈ വൈരാഗ്യം എന്ന് പറയുന്നത്. ഉദ്ധവരോട് ഭഗവാൻ ഭക്തിയോഗത്തെക്കുറിച്ച് ഉപദേശിച്ചു. ഇനി ഭക്തിയുണ്ടാകുവാനുള്ള അനുഷ്ഠാനങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭഗവാൻ. എന്താണ് ഭക്തിയുണ്ടാകുവാനുള്ള ആ അനുഷ്ഠാനങ്ങൾ? ഉദ്ധവരോടായി ഭഗവാൻ പറയുന്ന ഭക്തിയുണ്ടാകുവാനുള്ള അനുഷ്ഠാനങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ഹരേ ഗുരുവായൂരപ്പാ ശരണം.